ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളൊരു ഡേ ട്രേഡർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇനിയൊരു സ്വിംഗ് ട്രേഡർ ആയിക്കോട്ടെ, ഇനിയല്ല നിങ്ങളൊരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആയിക്കോട്ടെ, നിങ്ങൾക്ക് സ്റ്റോക്കുകൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ യൂസ്ഫുൾ ആകുന്ന കുറച്ച് വെബ്സൈറ്റുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മൈ നെയിം ഈസ് അഖിൽ. വെൽക്കം ടു എൻഡർഫിൻ അക്കാദമി. അപ്പോൾ ഈ വെബ്സൈറ്റുകളെക്കുറിച്ചൊക്കെ പറയുന്നതിന് മുന്നേ ആയിട്ട് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രമാണ്. ഒരിക്കലും ഒരു റെക്കമെൻഡേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ട് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വെബ്സൈറ്റ് ട്രെൻഡ്ലൈനാണ്. എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു വെബ്സൈറ്റും കൂടിയാണ്. ഒരുപാട് ഡാറ്റാസ് നമുക്ക് ഇതിൽ നിന്ന് അവൈലബിൾ ആണ്. നിങ്ങൾ ഗൂഗിളിൽ പോയതിന് ശേഷം trendline.com എന്ന് സെർച്ച് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഇതിൻ്റെ സൈറ്റിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും. ദെൻ റൈറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ വിൻഡോ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. ആൻഡ് ഞാനിവിടെ ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ആക്ച്വലി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. മാർക്കറ്റ്സ് എന്ന് പറയുന്ന സെക്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ ഫസ്റ്റ് തന്നെ IPO ഡാഷ്ബോർഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം. വരാൻ പോകുന്ന IPOസും വന്നിട്ടുള്ള IPOസ് എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു സ്റ്റഡി നമുക്ക് നടത്താൻ വേണ്ടിയിട്ട് ഈ ഒരു IPO ഡാഷ്ബോർഡ് എന്ന് പറയുന്ന സെക്ഷൻ വഴി നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ മാർക്കറ്റ്സ് ടുഡേ എന്ന് പറയുന്ന സെക്ഷൻ ഇവിടെ ഉണ്ട്. അതായത് ഇന്ന് ടോപ്പ് പെർഫോം ചെയ്ത സ്റ്റോക്കുകളും ആൻഡ് ടോപ്പ് ലൂസേഴ്സ്, ഇന്ന് മോശം പെർഫോം ചെയ്ത സ്റ്റോക്കുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത് നമുക്ക് NSE സൈറ്റിലും കിട്ടുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ വാട്ട്സ് ഹാപ്പനിങ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഇന്ന് പ്രധാനപ്പെട്ട സ്റ്റോക്കിൽ എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഒരു ന്യൂസ് ഇമ്പാക്റ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ മാർക്കറ്റ് ഇൻസൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ അറിയാൻ സാധിക്കുന്നതാണ്. ആൻഡ് താഴെ നിങ്ങൾക്ക് ഇൻഡൈസസ് ആൻഡ് സെക്ടർ ഡാഷ്ബോർഡ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡൈസസ് ഇന്നത്തെ ദിവസം എങ്ങനെയാണ് പെർഫോം ചെയ്തത് എന്നുള്ള കാര്യമാണ് അവിടെ അറിയാൻ സാധിക്കുക. അപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇന്ന് റെഡിലാണ് നിൽക്കുന്നത്. ആൻഡ് വീക്ക്ലി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നത്. വീക്ക്ലി വൈസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി IT നല്ല രീതിയിൽ പെർഫോം ചെയ്തു, മുൻനിരയിൽ നിൽക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ മന്ത്ലി നോക്കാം നിങ്ങൾക്ക്. ഇനി പിന്നെ അതുപോലെ തന്നെ സെക്ടർ വൈസ് നോക്കുന്ന സമയത്ത് ഇന്നത്തെ ദിവസം എങ്ങനെയാണ് അതിൻ്റെ പെർഫോമൻസ് എന്നുള്ളത് അറിയാം. ആൻഡ് വീക്ക്ലി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് സെക്ടറാണ് മുൻനിരയിൽ നിൽക്കുന്നത്. ഇനി മന്ത്ലി ആണെന്നുണ്ടെങ്കിൽ മന്ത്ലി ഏത് സെക്ടറാണ് മുൻനിരയിൽ നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ അറിയാൻ സാധിക്കുന്നുണ്ട്. മേജറായിട്ടും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഈ ഒരു ട്രെൻഡ്ലൈൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് യൂസ് ചെയ്യാറുള്ളത്. ഇനിയൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്താൽ തന്നെ ആ സ്റ്റോക്കിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിസിസും നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴി കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത് ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് ടിക്കറ്റ് ആണ്. ടിക്കറ്റ് ആപ്പ് എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് ഒരു ലോങ് ടൈമിലേക്കുള്ളൊരു സ്റ്റോക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിഫ്റ്റി 50 നിഫ്റ്റി 100 ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്ടർ വൈസ് സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നതായിക്കോട്ടെ, കുറച്ച് കണ്ടീഷൻസ് കൊടുത്തതിന് ശേഷം ഒരു സ്റ്റോക്ക് ഫിൽട്ടർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ടിക്കറ്റ് ആപ്പ് എന്ന് പറയുന്ന വെബ്സൈറ്റ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യാറുള്ളത്. ഇപ്പോൾ സ്ക്രീനർ എന്ന് പറയുന്ന സെക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ട് സ്ക്രീനിങ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്റ്റോക്ക് യൂണിവേഴ്സ് എന്ന് കാണാൻ സാധിക്കും. ഞാനിവിടെ നിഫ്റ്റി 50 എന്ന് പറയുന്ന സെലക്ഷൻ കൊടുത്തു. ആൻഡ് സെക്ടർ ഞാനിവിടെ എനർജി സെക്ടർ കൊടുക്കുന്നു. ഓക്കെ, എനർജി സെക്ടർ കൊടുത്തതിന് ശേഷം എനിക്കിവിടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എനിക്ക് എത്രയാണ് വേണ്ടതെന്നുള്ളത് കൊടുത്തതിന് ശേഷം എനിക്കൊരു സ്റ്റോക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. താഴെ നിങ്ങൾക്ക് ഒരുപാട് ഫിൽട്ടർ ഉണ്ട്, ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പാരാമീറ്റേഴ്സ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളേതായിട്ടുള്ളൊരു സ്റ്റോക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു ടിക്കറ്റ് ആപ്പ് എന്ന് പറയുന്ന വെബ്സൈറ്റ് കൊണ്ട് കിട്ടാൻ പോകുന്നത്. അതായത് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് അതാണ്. ഒരുപാട് പരിപാടികളുണ്ട്, എന്നാൽ ടിക്കറ്റ് ആപ്പ് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്താൽ തന്നെ സ്റ്റോക്കിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കിവിടെ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ താഴേക്ക് നമ്മളൊന്ന് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ ഫിനാൻഷ്യൽസ്, പിയർ കമ്പാരിസൺസ്, ഹോൾഡിങ്സ്, ഈ കമ്പനിയിൽ ആരൊക്കെ ഹോൾഡ് ചെയ്യുന്നു, ബിഗ് പ്ലേയേഴ്സ് ആരൊക്കെ ഹോൾഡ് ചെയ്യുന്നു, എത്ര പെർസെൻറ്റേജ് ഹോൾഡ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി അടുത്തൊരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് ചാർട്ടിംഗ് ആണ്. ചാർട്ടിംഗ് ഞാൻ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് സ്വിംഗ് ട്രേഡ് സ്റ്റോക്ക് ടെക്നിക്കൽ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ഒരു സ്റ്റോക്ക് ടെക്നിക്കൽ അനാലിസിസ് ചെയ്യാൻ പോസിബിൾ ആണോ എന്നുള്ളത് ഇനീഷ്യലി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ചാർട്ടിംഗ് എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ്. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് കണ്ടീഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ 15 മിനിറ്റ്സ് സ്റ്റോക്ക് ബ്രേക്ക്ഔട്ട് എന്നാണ്. ഇതിപ്പോൾ ഇൻട്രാഡേ ട്രേഡിംഗ് സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് ഇവിടെ കാണാം. സ്ക്രീനർ എന്ന് പറയുന്ന സെക്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കണ്ടീഷൻസ് കാണാം. ഇവിടെ പൊട്ടൻഷ്യൽ ബ്രേക്ക്ഔട്ട് സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു
ഒരു സ്ട്രാറ്റജിയാണ് അല്ലെങ്കിൽ ഒരു മെത്തേഡാണ് പൊട്ടൻഷ്യൽ ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത്. ഇത് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിൽട്ടർ ചെയ്ത് വരുന്ന സ്റ്റോക്കുകളൊക്കെ ബ്രേക്ക് ഔട്ട്സ് നടന്നിട്ടുള്ള അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട്സ് നടക്കാൻ പോകുന്ന സ്റ്റോക്കുകളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇപ്പം ഏതെങ്കിലും ഒരു സ്റ്റോക്ക് നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ, സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ബ്രേക്ക് ഔട്ട്സ് ലെവലിലാണോ, ആ ഒരു ഓവറോൾ കണ്ടീഷൻസ് എന്താണെന്നുള്ളത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പം സ്റ്റോക്കുകൾ സ്വിംഗ് ട്രേഡ് സ്റ്റോക്കുകൾ പിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കമാൻഡാണ് 52 വീക്ക് ഹൈ ബ്രേക്ക് ഔട്ട്. ഇപ്പോൾ ഗൂഗിൾ നമ്മൾ 52 വീക്ക് ഹൈ ബ്രേക്ക് ഔട്ട്സ് യൂസിങ് ചാർട്ടിംഗ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചാർട്ടിങ്ങിൻ്റെ സൈറ്റിലേക്ക് ഡയറക്റ്റ്ലി പോവുകയും അവിടെ നമുക്ക് സ്റ്റോക്കുകൾ കാണാൻ സാധിക്കുകയും പെട്ടെന്ന് തന്നെ സ്റ്റോക്കുകൾ സെർച്ച് ചെയ്തിട്ട് നമുക്ക് പറ്റുന്ന സ്റ്റോക്കാണെന്നുള്ളത് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയും ചെയ്യും. അതാണ് ചാർട്ടിംഗ് എന്ന് പറയുന്ന സൈറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് പറയുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്വിംഗ് ട്രേഡ് സ്റ്റോക്കുകൾ കൂടുതലായിട്ടും സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചാർട്ടിംഗ് എന്ന് പറയുന്ന വെബ്സൈറ്റ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഇനി അടുത്തത് സ്ക്രീനറാണ്. സ്ക്രീനർ എന്ന് പറയുന്ന സൈറ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് സ്വിംഗ് ട്രേഡ് സ്റ്റോക്ക് പിക്ക് ചെയ്യുകയും വളരെ ചെറിയ രീതിയിലുള്ള ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ടുമാണ് സ്ക്രീനർ എന്ന് പറയുന്ന സൈറ്റ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഗൂഗിളിൽ പോവുക, screener.in എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സൈറ്റിലേക്ക് എത്തിപ്പെടാൻ പറ്റും. നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്യാം. ഇപ്പം ജസ്റ്റ് ഇവിടെ ഞാൻ ഒരു ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ ആ കമ്പനിയുടെ ഫുൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നടത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്താണ്, പീറ്ററോസ്കി സ്കോർ എന്താണ്, ആൻഡ് ബുക്ക് വാല്യൂ എന്താണ്, ROE എന്താണ്, ROCE എന്താണ്. ഇനി നമുക്കിവിടെ റേഷ്യോസ് ആഡ് ചെയ്യാനും സാധിക്കും. ഓക്കെ, നമുക്ക് വേണ്ട റേഷ്യോസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നതാണ്. ഈ കമ്പനി എന്താണ് ചെയ്യുന്നത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നതാണ്. ആൻഡ് പിയർ കമ്പാരിസൺ, മറ്റ് കമ്പനികളുമായിട്ട് താരതമ്യപ്പെടുത്തുന്നുണ്ട്. ഏത് സെക്ടറിലാണ് ഇപ്പോൾ ഒരു സ്റ്റോക്ക് കാണുകയും ആ സ്റ്റോക്ക് ഏത് സെക്ടറിലാണെന്ന് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നൊരു വെബ്സൈറ്റും കൂടിയാണ് ഈ screener.in എന്ന് പറയുന്നത്. പെട്ടെന്ന് ഏത് സെക്ടറിലാണ് ഈ കമ്പനി എന്നുള്ളത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റും, ഇവിടെ നമുക്കറിയാൻ സാധിക്കും. ആൻഡ് താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റർ സെക്ഷനിലേക്ക് പോകാം. ഇവിടെ ആരൊക്കെയാണ് ഈ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുകയാണോ ഡിക്രീസ് ചെയ്യുകയാണോ, ഓരോ ക്വാർട്ടർ വൈസ് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ സാധിക്കും. അപ്പം സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഈ ചെറിയൊരു അനാലിസിസ്, ഈ ചെറിയ ഒരു ടെക്നിക്കൽ അനാലിസിസ് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ ഈ screener.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഓരോ വെബ്സൈറ്റും ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഇനി വേണമെങ്കിൽ ഒരു വെബ്സൈറ്റ് തന്നെ പല ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, പക്ഷേ ഞാൻ ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റുകൾ പരിശോധിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെബ്സൈറ്റ് ഏതാണെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക, ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.